ഈവനിങ് ഓൾ. ഇപ്പോൾ എൻ്റെ പേര് ഖദീജ, ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. നജ്മ പറഞ്ഞ അതേ ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ടീച്ചറാണ്, 3.5 വർഷം നല്ല ഒരു ടീച്ചറാണെന്ന് സമൂഹത്തെ കൊണ്ട് പറയിച്ചു, പേരൻസിനെ കൊണ്ട് പറയിച്ചു. പിന്നെ മറ്റുള്ള വ്യക്തികളോട് ഇടപഴകുമ്പോഴും പുറത്തിടപഴകുമ്പോൾ എല്ലാം ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് എവിടെയും പറയാൻ പറ്റും. പക്ഷേ എൻ്റെ വീട്ടിൽ സ്വന്തം മക്കളുടെ അടുത്ത് ഞാൻ എപ്പോഴും ഒരു പരാജയമായിരുന്നു. ഹസ്ബൻഡിൻ്റെ അടുത്തായാലും മക്കളുടെ അടുത്തായാലും അതെനിക്ക് നല്ലോണം ബോധ്യമായി. 3.5 വർഷങ്ങൾ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ ജോലി നിർത്തി ഈ കോഴ്സ് ചെയ്തു തുടങ്ങി. അപ്പോൾ ചെറിയ മാറ്റം വന്നു, ചെറിയ മാറ്റമല്ല വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ രാവിലെ ഷാജിദാമ്മയും ഇവിടെ എത്തിയതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ 8:30-ക്ക് എത്തിയത് ഞാനാണ്. പിന്നെ ഈ സമയം വരെ ഒരു മുഷിപ്പും കൂടാതെ ക്ഷമയോടെ ഈ ഒരു ക്ലാസ്സിനെ സാറിൻ്റെ ഓരോ ബാച്ചിലുള്ള കുട്ടികളും പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വ്യക്തമായിട്ട് കേട്ടു, മനസ്സിലാക്കി. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ കോഴ്സ് സംബന്ധമായി മാത്രമല്ല, ഓരോ വ്യക്തികളും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, പഠനം ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ മരണം വരെ പഠിക്കണം. നമ്മുടെ ഏതൊരു മതമായാലും പഠനത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. റസൂൽ പറഞ്ഞത് നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും വിദ്യാഭ്യാസം നേടണം എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ നെപ്പോളിയൻ പറഞ്ഞൊരു കാര്യം, അവസരങ്ങൾ പ്രയോജനപ്പെടുത്താത്തത് അവരുടെ കഴിവ് നമ്മൾ പരിഗണിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പലർക്കും അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ സംസാരിക്കുക? അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ അവസരങ്ങളും നമ്മൾ വലിയ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള നല്ലൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത്. സമയം വൈകിയത് കൊണ്ട് നിർത്തുന്നു. നന്ദി സാജിദ മാമിനും ഹലീം സാറിനും. ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫോൺ നമ്പർ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ആ ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ ഇന്നും സേവ്ഡ് ആയത്. ആ കുട്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല, എവിടുന്നാ പരിചയപ്പെട്ടെന്ന് ഓർമ്മയില്ല. ചൈൽഡ് സൈക്കോളജി എന്നാണ് ആ കുട്ടിയുടെ പേര് ഞാൻ സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസിൽ ഈ നമ്പർ, സാജിദ മാമിൻ്റെ നമ്പർ കണ്ടു, വിളിച്ചു. പിന്നെ ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ പൈസ ചിലവാക്കുമ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിക്കുമല്ലോ. അങ്ങനെ അന്വേഷിച്ചു. സൈക്കോളജി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിയത്. താങ്ക് യു സാർ. ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.